നമ്മുടെ ഓരോരുത്തരുടെയും വീട് നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു ഇടം കൂടിയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായാണ്. ഞാൻ ആർക്കിടെക്ട് പ്രസീത. എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പ്രൊജക്ട് ലൊക്കേഷൻ കോഴിക്കോട് കരിക്കാംകുളത്താണ്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് രാകേഷിൻ്റെയും ഫാമിലിയുടെയും ഈ വീട് 2530 സ്ക്വയർ ഫീറ്റിലാണ് ടേൺ കീ പ്രൊജക്റ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിമ്പിൾ കണ്ടംപററി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈന് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 ടൈപ്പിലുള്ള മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റോൺ ക്ലാഡിംഗ് പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ വരുന്ന ഒരു സ്റ്റോൺ ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു HPL ഷീറ്റിൽ CNC ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ CNC ഡിസൈനെ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോവ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു ഗ്ലാസ് ടോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലാന്തർ ബോക്സ് ഏരിയയാണ്. അപ്പോൾ നമ്മൾ സ്കീം പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതേപോലൊരു പ്ലാന്തർ ബോക്സ് ഏരിയ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലൊരു പ്ലാന്തർ ബോക്സ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു സ്പേസ് ആണെങ്കിൽ കൂടിയിട്ട് നല്ല വൈഡായിട്ടുള്ള ഒരു ഡിസൈൻ, ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഡിസൈന് കുറച്ചുകൂടിയും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലുള്ളൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിലാണ് ഇതേ രീതിയിൽ നമ്മൾ കൊറിയൻ ഗ്രാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നടന്നു പോകുന്ന ഏരിയയിൽ നമ്മൾ നാച്ചുറൽ സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. തണ്ടൂർ സ്റ്റോൺസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 60x60 ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നടന്നു പോകുമ്പോൾ നമ്മുടെ ഈ ഒരു പുല്ലൊന്നും ഡാമേജ് ആവില്ല. നമ്മൾ ഈ ഒരു മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഡിസൈൻ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ്. ഗേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CNC കട്ടുള്ള ഒരു ഗേറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിലും HPL ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ 2 സൈഡിൽ ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ട് വാളാണ്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് വാൾ ഇതേ രീതിയിൽ റീറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് പെയിൻറ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് വാളിൻ്റെ നമ്മുടെ എൻട്രൻസ് ഫേസിലാണ് നമ്മൾ സ്റ്റോൺ ക്ലാഡിംഗ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സ്റ്റോൺ ക്ലാഡിംഗ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ കാർ പോർച്ചിൻ്റെ ആ സൈഡിലോട്ട് വരുന്ന ഏരിയയിൽ നമ്മൾ അതേപോലെ കൊറിയൻ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. നടന്നു പോകാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു സ്റ്റോൺ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കൂടെ നമ്മൾ ചെറിയ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ജോയിനറിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയാനുള്ളത്. അതായത് നമ്മുടെ വീടിന് എപ്പോഴും ഹൈലൈഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ജോയിനറിയാണ്. അപ്പോൾ ഈ ഒരു ജോയിനറിയുടെ കളറ് നമ്മൾ ഈ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ കൊടുക്കുമ്പോൾ അതിന് ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ജോയിനറി കളർ തന്നെ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ അതേപോലെ നമുക്കിവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മെയിൻ ഡോറിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ടീക്കൂഡിലാണ് ചെയ്തിരിക്കുന്നത്. ടീക്കൂഡിൽ പോളിഷ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കളർ കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ ഡാർക്ക് ഷെയ്ഡ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ ചെറിയൊരു കൊത്തുപണി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ഹെഡ് പാനൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹെഡ് പാനൽ ഡിസൈൻ നമ്മൾ നമ്മുടെ ബാൽക്കണി ഏരിയയുടെ അവിടെ വരുന്ന ഡോറിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ ലിവിങ് സ്പേസ്. അപ്പോൾ ഈ ലിവിങ് സ്പേസിന് 5 സീറ്റർ സോഫ പ്രൊവിഷൻ, അതിനോട് മാച്ചിങ് ആയിട്ടുള്ളൊരു സെൻറ്റർ ടേബിൾ ഡിസൈൻ, 2 സൈഡിലും ആയിട്ട് നമ്മൾ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സോഫയ്ക്ക് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ വരുന്ന ഫുൾ ഹൈറ്റ് കേർട്ടനാണ് കൊടുത്തിരിക്കുന്നത്. ഷിയർ വിത്ത് ഈ ഒരു കേർട്ടൻ ഇതേ രീതിയിലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സോഫയോട് ആ ഒരു ഡിസൈനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ റഗ് ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഈ ഒരു റഗ് ഡിസൈൻ കാണാൻ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു TV യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാൾ ഹങ് ആയിട്ടുള്ളൊരു TV ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു യൂണിറ്റ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ടോട്ടൽ തീം എന്ന് പറയുന്നത് വൈറ്റ് കളർ തീമാണ് വന്നിരിക്കുന്നത്. അതിനെ മാച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് ഷെയ്ഡിലുള്ള വുഡൻ ഫർണിച്ചർ കൊടുത്തിരിക്കുന്നത്. അതിനോടുകൂടെ തന്നെ നമ്മൾ ഓരോ ഏരിയയുടെ വാള് നമ്മൾ കുറച്ചൊന്ന് ഹൈലൈഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ടെക്സ്ചർ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടിയും ഹൈലൈഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ലൈറ്റ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈലെല്ലാം ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അതിൻ്റെ ഫിനിഷിങ് ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ളത്. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സൽ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും പെർപെൻഡിക്കുലർ ആവണം. അപ്പോൾ ഇതിൻ്റെ എപ്പോക്സി കാര്യങ്ങളെല്ലാം ഇടുമ്പോൾ ഇതേ രീതിയിലൊരു ഫിനിഷിംഗ് ആയിരിക്കണം ഫൈനലി നമുക്ക് കിട്ടേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ വൈഡായിട്ടുള്ളൊരു ഓപ്പണിംഗ് വരുന്നത്. ഈ ഓപ്പണിംഗ് നമ്മൾ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് സ്പേസിന് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു കേർട്ടൻ നീക്കി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. നമുക്ക് മഴ പെയ്യുന്ന സമയത്തെല്ലാം നല്ലൊരു വ്യൂ കിട്ടും. നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8 സീറ്റർ ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോട്ടൽ തീമിന് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിളും ചെയറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ഗ്ലാസ്, അതേപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡ് വരുന്ന അമേരിക്കൻ വാൾനട്ടാണ് ഇവിടെ ലാമിനേഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം പ്ലൈവുഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ടീക്കൂഡിലാണ് ചെയ്തത്. ടീക്കൂഡ് വിത്ത് പോളിഷ് ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു ക്രോക്കറി ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് ആണ്, 2 സൈഡ് ഗ്ലാസ്. ഇത് ഗ്ലാസ് ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഷട്ടർ മാത്രം നമ്മൾ ബ്ലാക്ക് കളർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ പാരൻസ് ബെഡ്റൂം വരുന്നത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ പാരൻസ് ബെഡ്റൂം. നല്ലൊരു സ്റ്റാൻഡേർഡ് സൈസുള്ള ഒരു ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൽ ക്വീൻ സൈസ് കോഡ് വിത്ത് 1 സൈഡ് ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. 3 വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബെഡിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ വാൾഡ്രോപ്പ് വരുന്നത്. ലോഫ്റ്റ് കൊടുത്തിട്ടില്ല. ഈ ഒരു വാൾഡ്രോപ്പിൻ്റെയും ഈ ഒരു കോട്ടിൻ്റെ എല്ലാം ലാമിനേഷൻ കളർ എന്ന് പറയുന്നത് അമേരിക്കൻ വാൾനട്ട് കളറാണ്. ഇതാണ് ഈ അമേരിക്കൻ വാൾനട്ട് കളർ എന്ന് പറയുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് സ്പേസ് ആണിത്. അപ്പോൾ ഡ്രസ്സിങ് സ്പേസിന് കുറച്ചുകൂടി അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിററിൻ്റെ ബാക്കിൽ നമ്മളൊരു കോവ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, മിറർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, 2 ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിങ് യൂണിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. വലിയൊരു ടോയ്ലറ്റാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ക്ലാഡിങ് ഡിസൈൻ എല്ലാം നമ്മൾ എന്താണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്കിവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഷോ കിച്ചൺ. ഈ ഒരു ഷോ കിച്ചൻ്റെ ഈ ഒരു പാനലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു പാനലിംഗ്, വൈഡായിട്ടൊരു പാനലിംഗ്, ഏകദേശം 2.4 മീറ്റർ വരുന്ന ഒരു വൈഡ് പാനലിംഗ് ആണ്. അത്രയും നമുക്ക് ഗസ്റ്റ്, അതായത് ലിവിങ് ഏരിയയിൽ നിന്ന് വൈഡായിട്ടുള്ളൊരു വ്യൂ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിലുള്ളൊരു പാർട്ടീഷൻ വാൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഷോ കിച്ചൺ. പാർട്ടീഷൻ വാളിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കുറച്ചുകൂടി വൈബ്രൻ്റ് കളറായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഫ്രിഡ്ജ് പാനലിംഗ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ OTG യൂണിറ്റ് വരുന്നുണ്ട്. ടോൾ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. താഴെയും മേലെയും നമുക്ക് സ്റ്റോറേജ് പ്രൊവിഷൻ ഉണ്ട്. ഈ ഒരു സ്പേസിലാണ് നമ്മുടെ ഹോബ് ആൻഡ് ഫുഡ് പ്രൊവിഷൻ. ഫുഡ് നമ്മൾ പാനലിംഗ് ചെയ്തിട്ടുണ്ട്, എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫുൾ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ ഉള്ളത്. ഇതെല്ലാം നമ്മൾ ടാൻഡം ഡ്രോവേഴ്സ്, 3 ടാൻഡം ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഷട്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓയിൽ പുൾ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഷട്ടേഴ്സാണ്. ഇത് നമുക്ക് പ്ലേറ്റ്, താളി ബാസ്ക്കറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മേലിൽ നമുക്ക് ഹാർഡ്വെയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജിനുള്ള സ്പേസ് കാര്യങ്ങളുണ്ട്. കോമൺ ഏരിയയോട് ചേർന്നിട്ടുള്ള ഒരു സ്പേസ് ആയത് കാരണം കൊണ്ട് ഇവിടുത്തെ ടൈലിന് നമ്മൾ ഒരേ ടൈൽ ഡിസൈനാണ്, അതായത് കോമൺ ഏരിയയിൽ ഏതാണോ ടൈൽ ചെയ്തിരിക്കുന്നത് അതേ ടൈൽ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയിലും അതുതന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത് ആ ടൈല്. അതേപോലെ നമ്മൾ ഇതാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ. വർക്കിംഗ് കിച്ചണിലും ഇതേ രീതിയിൽ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, ബോട്ടം യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് കിച്ചണിൽ ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വരുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലെവലായിട്ടാണ് ഇവിടുത്തെ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ആണ്, ഡബിൾ നോസിങ് ചെയ്തിട്ടുണ്ട്, കോവ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എല്ലാം ഷട്ടേഴ്സ് വരുന്നുണ്ട്. ഇതെല്ലാം ഷട്ടേഴ്സാണ്. ഇതെല്ലാം നമുക്ക് ഹാർഡ്വെയർസ്, ടാൻഡം ഡ്രോവേഴ്സ് വരുന്നുണ്ട്. നമ്മൾ സിങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗിൾ ബോൾ സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്, വാൾ ഫൊസെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ആലുവ അടുപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡുലർ കിച്ചണെല്ലാം ചെയ്യുമ്പോൾ ആലുവ അടുപ്പ് ചെയ്യുകയാണെങ്കിൽ പുക വരുന്നുള്ളത് കാരണം കൊണ്ടാണ് ഇതിങ്ങനെ ഒരു സ്റ്റൗവായിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റൗവിൻ്റെ ഗ്യാസ് പ്രൊവിഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. പൈപ്പിംഗ് മാത്രമാണ് നമുക്ക് ഉള്ളിൽ കൂടി എടുത്ത് ഡയറക്റ്റ് ഇവിടെ നിന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ. ഗ്യാസും കാര്യങ്ങളെല്ലാം പുറത്താണ് വെച്ചിരിക്കുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റിന് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അവർ ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. നമ്മൾ ഡിസൈൻ ചെയ്ത പോലെ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ എന്താണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഡിസൈനെ ബേസ് ചെയ്തിട്ടാണ് ഫുൾ എക്സിക്യൂഷൻ. ഇതൊരു ടേൺ കീ പ്രൊജക്റ്റ് ആയത് കാരണം ഈച്ച് ആൻഡ് എവറിത്തിങ് വി ഹാവ് ടു, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് എൻഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് വരുന്ന വേറൊരു ബെഡ്റൂമാണിത്. ബെഡ്റൂം 2 എന്ന് പറയും. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ ക്വീൻ സൈസ് കോട്ട്,
അതിനോട് ഒരു സൈഡിൽ വരുന്ന ഒരു സൈഡ് ടേബിൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഹെഡ് പാനൽ എൻഡ് വരെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിലുള്ളൊരു ബെഡ്റൂം ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻക്ലൂഡിങ് കാർ പോർച്ച്, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ എല്ലാവിടെയും ചേർന്ന് 2530 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ സ്ക്വയർ ഫീറ്റിൽ നല്ല കൺസേൺസ് ഉണ്ടായിരുന്നു ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്. നമുക്ക് ആ ഒരു മെഷർമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സ്പേസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാൾഡ്രോപ്പ് 2 ഡോർ വാൾഡ്രോപ്പാണ്. അത്യാവശ്യം ഈ ഒരു വാൾഡ്രോപ്പിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് വിഡ്ത്ത് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്റർ ആണ്, 2 അടി വരും. അപ്പോൾ ചെസ്റ്റ് ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് ഡ്രോവേഴ്സ് 3 ഡ്രോവേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വാൾ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നത്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് വരുന്നത്. നമ്മൾ ബെഡ്റൂംസിനൊന്നും ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂംസിനും സീലിംഗ് കൊടുത്തിട്ടില്ല. കോമൺ ഏരിയയിൽ മാത്രമാണ് നമ്മൾ സീലിംഗ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിന് ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റെയർ കേസ് ഹാൻഡ് റൈസ് ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ഗ്ലാസിൻ്റെ ഡിസൈനിനോട് ചേരുന്ന രീതിയിലുള്ളൊരു പാനലിംഗ് ആണ്, വുഡ് പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 2 വിൻഡോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഷാൻലിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷാൻലിയറാണ്. ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഷാൻലിയർ. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിയില്ല, കറക്റ്റ് താഴെ നിന്ന് മേലേക്ക് നോക്കുമ്പോഴാണ് ഈ ഒരു ഷാൻലിയറിൻ്റെ ഭംഗി അറിയുള്ളൂ. ഈ ഒരു സ്റ്റെയർ കേസ് കയറി നമ്മൾ നേരെ വരുന്നത് ഈ ഒരു അപ്പർ ലിവിങ്ങിലാണ്. അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് ആണ്. ഇതേ രീതിയിലുള്ളൊരു ഡിസൈനാണ് നമ്മൾ ബിഗിനിങ്ങിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ക്ലയൻറ്റിന്. അപ്പോൾ നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു സോഫ ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോട്ടൽ തീമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സോഫയാണെങ്കിലും ഈ ഒരു റഗ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് 4 സീറ്റർ സോഫ, അതിനോട് ചേരുന്ന ഇത് നമുക്ക് ലേയിങ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടിയിട്ടാണ്. ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ വിൻഡോ വരുന്നത്. വിൻഡോ ഇതിലും നമ്മൾ ഫുൾ ഹൈറ്റ് കേർട്ടനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന് നമ്മൾ പാനലിംഗ് ചെയ്തിട്ടുണ്ട് ടി വിയിൽ. ഇത് ടി വി യൂണിറ്റാണ്. ടി വി യൂണിറ്റ് ഇതേ രീതിയിലാണ് പാനലിംഗ് ചെയ്തിരിക്കുന്നത്. താഴത്തെ യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ DB ആണത്. DB നമ്മൾ പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പാനലിംഗ് ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഇതേപോലുള്ളൊരു പാനലിംഗ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ലൂമിനൻസി കിട്ടുന്ന ലൈറ്റ് ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് 2 ബെഡ്റൂം വരുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ നമുക്ക് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ടൈൽ ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മളൊരു സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു ടൈൽ ഡിസൈനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കോട്ട് കിങ് സൈസ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും നമ്മൾ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാനൽ ഹെഡ് പാനൽ നമ്മൾ ഇതേ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈന് ഹൈലൈഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് സെൻറ്ററിൽ നമ്മൾ ഒരു പെയിൻറ്റഡ് ഗ്ലാസ് ആയിട്ടാണ് ഈ ഒരു കോർണറിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടോട്ടൽ വരുന്ന ജിപ്സം സീലിങ്ങിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ഒന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ജിപ്സം സീലിംഗ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാൽക്കണി വരുന്നത്. ബാൽക്കണിയോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഓപ്പൺ ടെറസ് വരുന്നത്. ഒരു സ്റ്റെപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ടെറസ് വരുന്നത്. അപ്പോൾ ഇതും ചെറിയ ഒരു വിൻഡോ ആണ്. 2 വിൻഡോയ്ക്ക് നടുവിലായിട്ടാണ് ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത്. ഇതേ രീതിയിലുള്ള പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സൈഡിൽ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ നമ്മൾ ഹൈലൈഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ടെക്സ്ചർ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വാൾഡ്രോപ്പ് 3 ഡോർ വാൾഡ്രോപ്പാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സ്പേസ് ഉണ്ട്, ഇൻറ്റർണൽ സ്പേസ് അത്യാവശ്യം വരുന്നുണ്ട് ഈ ഒരു വാൾഡ്രോപ്പിന്. ഈ ഒരു വാൾഡ്രോപ്പിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് വരുന്നത്, മാസ്റ്റർ ടോയ്ലറ്റ് വരുന്നത്. നല്ലൊരു സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെയും അപ്പർ ലിവിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ കിഡ്സിൻ്റെ റൂം വരുന്നത്. ബിഗിനിങ്ങിൽ ഇത് നമുക്കൊരു സ്റ്റഡി ഏരിയ ആയിരുന്നു. പിന്നെ അത് നമുക്ക് സ്റ്റഡി ഏരിയ മാറ്റി കിഡ്സിന് വേണ്ടിയിട്ടുള്ളൊരു റൂമാക്കി. അപ്പോൾ സ്പേസ് നമുക്ക് ഈ ഒരു സ്പേസാണ് അവിടെയുള്ളൂ. ഡബിൾ ബെഡാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിളായിട്ട് നമ്മളൊരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ബുക്ക് ഷെൽഫാണ്. 2 പേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കുട്ടിക്കും അവിടെ ഒരു കുട്ടിക്കും. സെൻറ്ററിൽ നമുക്ക് ഇതേ രീതിയിലുള്ള ബുക്ക് ഷെൽഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബുക്സ് കാര്യങ്ങൾ അത്യാവശ്യം കീപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെയുണ്ട്. ലൈറ്റ് ഇവിടെ മൊത്തം ത്രൂ ആയിട്ട് പാനലിംഗ് ചെയ്തിട്ടുണ്ട്.
നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ കിട്ടുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ബാൽക്കണി വരുന്നത്. നമ്മൾ ബ്ലൈൻഡ്സ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ടോട്ടൽ തീമിനോട് ചേരുന്ന കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു ബ്ലൈൻഡ്സ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. ഇതിലേതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ആൻഡ് ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്.